Dear student, let us continue our chapter trigonometry. Okay, the next question. Example 3, page number 179. Example 3, page number 179. Okay, yes. Consider triangle ACB. Consider triangle ACB. Right angle at C, in which AB equal to 29, BC equal to 21, angle ABC equal to theta. Determine the value of first one cos square theta plus sin square theta. First one cos square theta plus sin square theta. Second one cos square theta minus sin square theta. Cos square theta minus sin square theta. Theta C B A ഇവിടെ എ ബി സി. ഓക്കെ, ഇവിടെ തീറ്റ തന്നിട്ടുണ്ട് 21, 29. ഓക്കെ, ഇപ്പം നമുക്കിവിടെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണെന്ന് അറിയണം. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അറിയണം. ബട്ട് നമുക്കിവിടെ എ സി എന്നുള്ള വാല്യൂ കിട്ടണം അല്ലേ, എങ്കിലല്ലേ റേഷ്യോ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. ബി സി എന്നുള്ള സൈഡ് ഉണ്ട്, എ ബി എന്നുള്ള സൈഡ് ഉണ്ട്, എ സി എന്നുള്ള സൈഡ് കൂടി കിട്ടണം അല്ലേ, എന്നാലും നമുക്ക് റേഷ്യോ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എ സി എന്നുള്ള സൈഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എ സി ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ. എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് കോറസ് തിയറം ആണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മീൻസ് 29 സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ 21 സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് റൂട്ട് ഓഫ് ഇത് രണ്ടിലും നമുക്ക് റൂട്ട് ഓഫ് 8 ഇൻറ്റു 50, 8 ഇൻറ്റു means 29 minus 21, 8 into 29 plus 21, 50. That is equal to root of 400. That is equal to root of 20. Sorry, 20. Root 400 20. അപ്പോൾ നമുക്ക് എ സി 20 എന്ന് കിട്ടി അല്ലേ, എ സി 20. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ട്രിഗണോമെട്രി റേഷ്യോസ് എഴുതാം. നമുക്കിവിടെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നെ സൈൻ തീറ്റ എന്താണെന്ന് എഴുതാം. സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ തീറ്റ ഇതാണല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ സി ആണ്. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ തീറ്റൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ സി ആണ്, ഹൈപ്പോട്ടന്യൂസ് എ ബി ആണ്. ഓക്കെ, അപ്പോൾ എ സി മീൻസ് 20 ഡിവൈഡ് ബൈ എ ബി 29. അപ്പോൾ സൈൻ തീറ്റ 20/29. ഇനി കോസ് തീറ്റ മീൻ adjacent side divided by hypotenuse. Adjacent side of theta BC. BC divided by hypotenuse AB. BC means 21 divided by AB 29. അപ്പോൾ cos theta 21/29. ഇനി നമുക്ക് cos square theta plus sin square theta. ഓക്കെ, അപ്പോൾ cos theta 21/29 ആണ്. അപ്പോൾ cos square theta എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന cos square theta plus sin square theta. ഓക്കെ, cos square theta means 21/29 whole square plus sin square theta, sin theta 20/29 ആണ്. അപ്പോൾ sin square theta 20/29 whole square. ഓക്കെ, cos square theta means cos theta the whole square ആണ്. ഓക്കെ, sin square theta എന്ന് പറഞ്ഞാൽ sin theta the whole square ആണ്. അപ്പോൾ ഇവിടെ കണ്ടോ cos theta നമുക്ക് എന്താ പറഞ്ഞിട്ടുണ്ട്, 21/29 ആണ് പറഞ്ഞിട്ടുണ്ട്. sin theta 20/29 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ നമുക്ക് 21/29 ഹോൾ സ്ക്വയർ പ്ലസ് 20/29 ഹോൾ സ്ക്വയർ. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വാല്യൂ കിട്ടണമെന്നാണ് ചോദിച്ചത്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. യെസ്, നമുക്കിവിടെ 20/29 ഹോൾ സ്ക്വയർ 21/20 ഹോൾ സ്ക്വയർ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ.
21 whole square plus 20 whole square all divided by 29 whole square. That is equal to in the values 400 plus 441, 400 plus 441 all divided by 29 square and 29 to 29 841, 841. That is equal to 400 plus 441, 841 divided by 841 equal to 1. അപ്പോൾ സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ വാല്യൂ കിട്ടിയത് 1. അതേപോലെ തന്നെ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ വരിക നോക്കാം നമുക്ക്. കോസ് സ്ക്വയർ തീറ്റ മീൻസ് നമുക്ക് ഇവിടെ കോസ് തീറ്റ 21/29 ആണ്. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണല്ലോ കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ 21/29 ആണ്. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ 21/29 ഹോൾ സ്ക്വയർ മൈനസ് സൈൻ തീറ്റ 20/29 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ 20/29 ഹോൾ സ്ക്വയർ. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇങ്ങനെ വരും. അത് നമുക്ക് എങ്ങനെ വരും? യെസ്, ഇവിടെ 21 സ്ക്വയർ മൈനസ് 20 സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 29 സ്ക്വയർ. ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഒക്കെ ചെയ്തിട്ട് ഇവിടെ വാല്യൂ കാണാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? യെസ്, 41 ഡിവൈഡ് ബൈ 29 സ്ക്വയർ നമുക്കറിയാലോ 841. അപ്പോൾ 41 ഡിവൈഡ് ബൈ 841. ഓക്കെ, 41 ഡിവൈഡ് ബൈ 841. Then example 4 നോക്കൂ, പേജ് നമ്പർ 180. എക്സാമ്പിൾ 4. എക്സാമ്പിൾ 4 എന്താ പറയുന്നത്? 18, പേജ് നമ്പർ 180. In a right triangle ABC, right angle at B, if tan A equal to 1, then verify that 2 sin A cos A equal to 1. 2 sin A cos A equal to 1. ഇപ്പോൾ കണ്ടോ, ഇവിടെ നമുക്ക് എ ബി സി എന്നുള്ളൊരു റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ ആണ്. ആംഗിൾ ബി ആണ് 90 ഡിഗ്രി. ടാൻ എ ഈക്വൽ ടു 1 ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 2 sin A cos A equal to 1. 2 sin A cos A equal to 1 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 2 sin A cos A equal to 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ടാൻ എ ഈക്വൽ ടു 1 ആണ് തന്നിട്ടുണ്ട്. ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്നുള്ള ആംഗിളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ എ എന്ന ആംഗിൾ മാർക്ക് ചെയ്യുക. ടാൻ എ ഈക്വൽ ടു 1. അപ്പോൾ ടാൻ എ എന്ന് നമുക്ക് അറിയാലോ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് ടാൻ എ. ടാൻ എന്നുള്ള ട്രിഗണോമെട്രി റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതായത് ഇവിടെ ടാൻ എ ഈക്വൽ ടു എങ്ങനെ എഴുതാം? എന്റെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ബൈ അഡ്ജസൻറ്റ് സൈഡ്, എന്റെ അഡ്ജസൻറ്റ് സൈഡ് എ ബി. ടാൻ എ ഈക്വൽ ടു ബി സി ബൈ എ ബി. ഇത് എന്താണെന്ന് തന്നിട്ടുണ്ട്? 1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ബി സി ബൈ എ ബി ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി അല്ലേ? ബി സി ബൈ എ ബി ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. ബി സി ബൈ എ ബി 1 ആണെങ്കിൽ ബി സി ഈക്വൽ ടു എ ബി. ബി സി ബൈ എ ബി 1 ആണെങ്കിൽ ബി സി ഈക്വൽ ടു എ ബി ആണെന്ന് കിട്ടി അല്ലേ? അപ്പോൾ ബി സി ഈക്വൽ ടു എ ബി ആണെന്ന് കിട്ടി. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബി സിക്ക് ഒരു കെ എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എ ബി എന്തായിരിക്കും? കെ ആയിരിക്കും. ഇനി നമുക്ക് എ സി എന്നുള്ള ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക. എന്നാലല്ലേ ട്രിഗണോമെട്രി റേഷ്യോ പറയാൻ പറ്റുള്ളൂ. സൈഡ്സുകൾ കിട്ടണ്ടേ, ഹൈപ്പോട്ടന്യൂസ് കിട്ടണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടെ എ സി കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം നമുക്കറിയാലോ. എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അപ്പോൾ എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് ദിസ്. എ ബി മീൻസ് കെ. അപ്പോൾ എ ബി സ്ക്വയർ കെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2k സ്ക്വയർ ഇസ് ഈക്വൽ ടു, നമുക്ക് റൂട്ട് എടുക്കുമ്പോൾ കെ റൂട്ട് ടു എന്ന് വരും. കെ റൂട്ട് ടു എ സി എന്ത് വരും? കെ റൂട്ട് ടു. ഓക്കെ, ഇനി നമുക്ക് ട്രിഗണോമെട്രി റേഷ്യോ എഴുതാം അല്ലേ? ട്രിഗണോമെട്രി റേഷ്യോസ് എഴുതാം. യെസ്, അപ്പോൾ നമുക്ക് ട്രിഗണോമെട്രി റേഷ്യോസ് എഴുതാം. ഫസ്റ്റ് സൈൻ എ എഴുതാം അല്ലേ? സൈൻ എ ഈക്വൽ ടു നമുക്കറിയാലോ, സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബി സി. അപ്പോൾ ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി എന്താണ്? ബി സി കെ, ഹൈപ്പോട്ടന്യൂസ് കെ റൂട്ട് ടു. അപ്പോൾ ഇവിടെ കെയും കെയും ക്യാൻസൽ ചെയ്തിട്ട് 1/√2. സൈൻ എന്ത് വന്നു? 1/√2. ഓക്കെ, ഇനി നമുക്ക് കോസ് എ ഈക്വൽ ടു നമുക്കറിയാലോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എ ബി. അപ്പോൾ എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി
ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി എന്താണെന്ന് വരുന്നത് കെ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് കെ റൂട്ട് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ക്യാൻസൽ ചെയ്ത് 1/√2. അപ്പോൾ സൈനെ 1/√2 എന്ന് കിട്ടി, കോസയും 1/√2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വാല്യൂ കണ്ടുപിടിക്കാം. 2 സൈനെ കോസെ ഈക്വൽ ടു എന്താ വരിക? 2 സൈനെ കോസെ 2 ഇൻറ്റു സൈനേക്ക് പകരം എന്ത് കൊടുക്കാം? 1/√2. സൈനേക്ക് പകരം എന്ത് കൊടുക്കാം? 1/√2 ഇൻറ്റു കോസേക്ക് പകരം എന്ത് കൊടുക്കാം? 1/√2 ഇറ്റ്സ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ ഈ 2നെ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? 2നെ ഇങ്ങനെ എഴുതാം, √2 ഇൻറ്റു √2 എന്ന് എഴുതിക്കൂടാ. അപ്പോൾ ഈ √2 ക്യാൻസൽ ചെയ്ത് ഈ √2 ക്യാൻസൽ, അപ്പോൾ 1 ഇൻറ്റു 1 1. അപ്പോൾ എന്ത് കിട്ടി? 2 സൈനെ കോസെ ഈക്വൽ ടു 1. ഓക്കെ, 2 സൈനെ കോസെ ഈക്വൽ ടു 1 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. 2 സൈനെ കോസെ ഈക്വൽ ടു 1 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, അതിൻ്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ പ്രോബ്ലം. Example 5. In a triangle OPQ, right angle at P, OP equal to 7 cm and OQ minus OP equal to 1 cm. Determine the value of sin Q and cos Q. Okay, അപ്പോൾ നമുക്കത് ചെയ്യാം. പേജ് നമ്പർ 180. പേജ് നമ്പർ 180. Page number 180. Yes. Page number 180. P O Q. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ പി റൈറ്റ് ആംഗിൾ അറ്റ് പി പി എസ് ഒ പി ഈക്വൽ ടു 7. OP equal to 7 centimeter. Then OQ minus PQ. OQ minus PQ equal to 1. ഓക്കെ, അതാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സൈൻ ക്യൂ ആൻഡ് കോസ് ക്യൂ. സൈൻ ക്യൂവും കോസ് ക്യൂവും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് പി ക്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള സൈഡ്സുകൾ തമ്മിൽ കണ്ടുപിടിക്കണ്ടേ, എന്നാലും നമുക്ക് റേഷ്യോ പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ സൈഡ്സുകൾ കിട്ടാൻ എന്ത് ചെയ്യും നമ്മൾ ആ സൈഡ്സുകൾ കിട്ടാൻ? നമുക്കിവിടെ പൈതഗോറസ് തിയറം അറിയാമല്ലോ. അപ്പോൾ നമുക്കിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എന്താ പൈതഗോറസ് തിയറം? ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ OQ സ്ക്വയർ ഈക്വൽ ടു PO സ്ക്വയർ പ്ലസ് PQ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ OQ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം? OQ മൈനസ് PQ 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ OQ ഈക്വൽ ടു ഇവിടുന്ന് എന്ത് എഴുതാം? 1 പ്ലസ് PQ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ OQവിന് പകരം 1 പ്ലസ് PQ എന്ന് കൊടുക്കാം കേട്ടോ. 1 പ്ലസ് PQ ദ ഹോൾ സ്ക്വയർ. OQ സ്ക്വയർ 1 പ്ലസ് PQ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു PO സ്ക്വയർ പ്ലസ് PQ സ്ക്വയർ. ഇനി ഇവിടെ 1 പ്ലസ് PQ ദ ഹോൾ സ്ക്വയറിൽ നമുക്കിവിടെ x പ്ലസ് y ദ ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്യാം. ഓക്കെ, 1 square plus 2PQ plus PQ square equal to PO square plus PQ square. അപ്പോൾ ഇവിടെ 1 square 1 തന്നെയാണ് അല്ലേ. ഇവിടെ PQ സ്ക്വയറും ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ 1 പ്ലസ് 2PQ ഈക്വൽ ടു PO സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 പ്ലസ് 2PQ ഈക്വൽ ടു PO സ്ക്വയർ. യെസ്, അപ്പോൾ ഇവിടെ 1 പ്ലസ് 2PQ ഈക്വൽ ടു PO സ്ക്വയർ എന്ന് പറഞ്ഞാൽ PO ഇവിടെ 7 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 7 സ്ക്വയർ. ഇനി നമുക്കിവിടെ 2PQ ഈക്വൽ ടു 7 സ്ക്വയർ 49 മൈനസ് 1. അപ്പോൾ PQ ഈക്വൽ ടു 49 മൈനസ് 1 48 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു PQ 24. PQ ഈക്വൽ ടു 24. PQ ഈക്വൽ ടു 24. അപ്പോൾ ഇവിടെ PQ 24 ആണെന്ന് കിട്ടി. PQ 24 ആണെങ്കിൽ OQ എന്തായിരിക്കും? 24 പ്ലസ് 1 അല്ലേ, 25. ഇവിടെ OQ 1 പ്ലസ് PQ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ PQ 24 ആണെങ്കിൽ OQ 25. ഇനി നമുക്ക് ട്രിഗണോമെട്രി റേഷ്യോ എഴുതാം അല്ലേ. സൈൻ Q ഈക്വൽ ടു
നമുക്കറിയാം സൈൻ ക്യൂ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ക്യൂ നോക്കുക കേട്ടോ, ആംഗിൾ ക്യൂ നോക്കുക, അവിടെ ഓപ്പോസിറ്റ് സൈഡ് പി ഒ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഒ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 7/25. എന്താ ട്രിഗണോമെട്രി റേഷ്യോ 7/25. അതുപോലെ തന്നെ കോസ് ക്യൂ എന്താ വരിക? കോസ് ക്യൂ എന്താ വരിക? കോസ് ക്യൂ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 24 ഡിവൈഡ് ബൈ 25. ഓക്കെ, 24/25. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേജ് നമ്പർ 185 ട്രിഗണോമെട്രി റേഷ്യോസ്, ആംഗിൾസിനെ ബേസ് ചെയ്തിട്ട് ചില ട്രിഗണോമെട്രി റേഷ്യോസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, പേജ് നമ്പർ 185. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെസിഫിക് ആംഗിൾസ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെസിഫിക് ആംഗിൾസ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെസിഫിക് ആംഗിൾസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആംഗിളെ ട്രിഗണോമെട്രിക് റേഷ്യോ സൈന്, കോസ് അല്ലെങ്കിൽ ക്യൂ എന്നുള്ള ആംഗിളിനെ വെച്ചിട്ട് സൈൻ ക്യൂ, കോസ് ക്യൂ, ടാൻ ക്യൂ എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ സ്പെസിഫിക് ആംഗിളിൽ വെച്ചിട്ട് നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോ പറയണം. മീൻസ് യെസ് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 3 ആംഗിൾസിലെ ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് പറയണം. ഓക്കെ, ടേബിൾ 8.1 നോക്കുക, പേജ് നമ്പർ 185. അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരച്ച് എഴുതിയെടുക്കണം. പേജ് നമ്പർ 185, ടേബിൾ 8.5. ഓക്കെ, സൈൻ 0 ഈക്വൽ ടു 0, സൈൻ 30 ഈക്വൽ ടു 1/2, സൈൻ 45 ഈക്വൽ ടു 1/√2, സൈൻ 60 ഈക്വൽ ടു √3/2, sin 90 equal to 1. Okay, then cos 0 equal to 1, cos 30 equal to √3/2, cos 45 equal to 1/√2, cos 60 equal to 1/2. ഈ സൈനും കോസും തന്നെ നിങ്ങൾ കറക്റ്റ് ആ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആംഗിളിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടാൻ ഈസി ആയിട്ട് എഴുതാം. ബിക്കോസ് ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ എ ബൈ കോസ് എ ആണ്. ഓക്കെ, അതുപോലെ തന്നെ കൊസീക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ 1/sin a ആണ് കൊസീക്ക്. അപ്പം കൊസീക്ക് 1/sin a ആണ്. ഓക്കെ, സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos a ആണ്. കോട്ട് എന്ന് പറഞ്ഞാൽ 1/tan a ആണ്. അപ്പോൾ ഈ സൈനും കോസിൻ്റെയും ആംഗിൾസ് വെച്ചുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ളതൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കൊന്നത് എഴുതാം. ഓക്കെ, സൈൻ 0 ഈക്വൽ ടു 0. ഓക്കെ, ദെൻ സൈൻ 30 അല്ലേ. നെക്സ്റ്റ് സൈൻ 30 ഈക്വൽ ടു 1/2. ദെൻ സൈൻ 45 ഈക്വൽ ടു 1/√2. Then sin 60 equal to √3/2. Then sin 90 equal to 1. Okay, then cos il vara cos 0 equal to 1. Then cos 30 equal to √3/2. cos 45 equal to 1/√2. cos 60 equal to 1/2. cos 90 equal to 0. Okay, yes, then sin cos കിട്ടി. ഇനി നമുക്ക് tan a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin a by cos a. അപ്പോൾ നമുക്കിവിടെ tan a എന്ത് വരും? 0/1. ഓക്കെ, 0/1 എന്ന് പറയുമ്പോൾ 0 അല്ലേ. tan 0 അല്ലെങ്കിൽ യെസ് tan 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. ദെൻ tan 30 എന്ന് പറയുമ്പോൾ നമുക്കറിയാം tan 30 എന്ന് പറഞ്ഞാൽ sin 30 ഡിവൈഡ് ബൈ cos 30. sin 30 ഡിവൈഡ് ബൈ cos 30 1/2 ഡിവൈഡ് ബൈ √3/2. 1/2 ഇൻറ്റു 2/√3 നമുക്ക് എന്താ പറയും? യെസ്, tan 30 നമുക്ക് എന്ത് പറയും? tan 30 1/√3. അതുപോലെ തന്നെ tan 45 1, tan 60 √3, then tan 90 നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് പറയാം. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ആ ടേബിൾ ഒന്ന് വരച്ചെടുക്കുക. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. ഇത് ബേസിലുള്ള പ്രോബ്ലം നോക്കൂ. എക്സാമ്പിൾ 6 ഇൻ ട്രയാങ്കിൾ എ ബി സി, പേജ് നമ്പർ 185. പേജ് നമ്പർ 185, എക്സാമ്പിൾ 6. In triangle ABC, right angle at B, AB equal to 5 cm, angle ACB equal to 30 degree. Determine the length of the side BC and AC. അപ്പോൾ സൈഡ്സ് തന്നിട്ടുണ്ട്, ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. ട്രിഗണോമെട്രി റേഷ്യോസ് ആംഗിൾസ് നമുക്കറിയെങ്കിൽ ഇത് ചെയ്യാം. ഇവിടെ 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ബി സി എ ബി സി എന്നുള്ള ആംഗിൾ പറഞ്ഞിട്ടുണ്ട്. എ ബി 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിറ്റർമൈൻ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ബി സി. ബി സി എന്നുള്ളതിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഏത് കണ്ടുപിടിക്കേണ്ടത്? എ സി. എ സിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ബി സി അറിയണം, എ സി അറിയണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ട്രിഗണോമെട്രി റേഷ്യോ പറയാം. ഇവിടെ എ ബി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എ ബി നമുക്ക് തന്നിട്ടുണ്ട്, ബട്ട് ബി സി തന്നിട്ടില്ല. അപ്പോൾ ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള ട്രിഗണോമെട്രി റേഷ്യോ ഏതായിരിക്കും? കാരണം കിട്ടാത്ത ഒരു സൈഡും കിട്ടിയിട്ടുള്ള ഒരു സൈഡും തമ്മിലുള്ള റേഷ്യോ നോക്കാം നമുക്ക്. അതിലൂടെ നമുക്ക് ഈ ബി സി കണ്ടുപിടിച്ചുകൂടെ? തന്നിരിക്കുന്ന സൈഡും തരാത്ത സൈഡും തമ്മിലുള്ള ഒരു റേഷ്യോ പറഞ്ഞാൽ 30 എന്നുള്ള ആംഗിളിനെ ബേസ് ചെയ്തിട്ട് 30ൻ്റെ ഓപ്പോസിറ്റ് ഇത്, 30ൻ്റെ അഡ്ജസൻ്റ് ഇത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് ഏതായിരിക്കും? tan 30 equal to opposite side by adjacent side. Opposite side by adjacent side. നമുക്കറിയാലോ tan 30. tan 30ൻ്റെ വാല്യൂ എന്താണ്? tan 30ൻ്റെ വാല്യൂ tan 30 1/√3 അല്ലേ? tan 30 1/√3. അപ്പോൾ tan 30 1/√3 equal to AB given 5. ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × ബി സി, ബി സി 5√3. അപ്പോൾ ബി സി എന്ത് കിട്ടി? 5√3 എന്ന് കിട്ടിയില്ലേ? ബി സി 5√3 സെൻറ്റിമീറ്റർ. ബി സി 5√3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ബി സി കിട്ടി. ഇനി എ സി കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? എ സി കണ്ടുപിടിക്കാൻ അപ്പോൾ കിട്ടിയ ബി സിയും ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ എ സി. അത് വെച്ചിട്ടുള്ള ട്രിഗണോമെട്രി റേഷ്യോ പറഞ്ഞേ. 30 എന്നുള്ള ആംഗിൾ വെച്ചിട്ട് യെസ്, സൈൻ 30. എന്താ വരിക? സൈൻ 30. അല്ലെങ്കിൽ നമുക്ക് സൈൻ 30 എഴുതാം. 5 എന്നുള്ള ഈ സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിൽ സൈൻ 30 വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? സൈൻ 30 ഓപ്പോസിറ്റ് സൈഡ് മീൻസ് എ ബി. 30 എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ ബി ആണ്. ഹൈപ്പോട്ടന്യൂസ് എ സി. എ ബി ബൈ എ സി. സൈൻ 30 എന്താണ് വാല്യൂ വരിക? നമുക്ക് ടേബിളിലുണ്ടല്ലോ സൈൻ 30. സൈൻ 30 ഈക്വൽ ടു 1/2. സൈൻ 30 ഈക്വൽ ടു 1/2. സൈൻ 30 1/2 എന്ന് കൊടുക്കാം. എ ബിക്ക് നമുക്ക് 5 എന്ന് കൊടുക്കാം. എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × എ സി, എ സി 5 × 2 10. എ സി ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഓക്കെ, എ സി ഈക്വൽ ടു 10. നമുക്ക് എ സി ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഇപ്പോൾ കിട്ടിയില്ലേ? എ സിയും ബി സിയും കിട്ടിയില്ലേ എ സി ആയിട്ട്? യെസ്. ഓക്കെ, ദെൻ എക്സാമ്പിൾ 7 നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. പേജ് നമ്പർ 186, എക്സാമ്പിൾ 7. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ, റൈറ്റ് ആംഗിൾ അറ്റ് ക്യൂ. ഓക്കെ, പി ക്യു ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, പി ആർ ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ഡിറ്റർമൈൻ ക്യൂ പി ആംഗിൾ ക്യൂ പി ആർ ആൻഡ് ആംഗിൾ പി ആർ ക്യൂ. ഓക്കെ, ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ 2 സൈഡ്സ് തന്നിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്. ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ ആംഗിളാണ് കണ്ടുപിടിക്കുന്നത്? ക്യൂ പി ആർ എന്നുള്ള ആംഗിൾ, ക്യൂ പി ആർ എന്നുള്ള ആംഗിളും പിന്നെ പി ആർ ക്യൂ എന്നുള്ള ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. പി ക്യു എന്നുള്ള സൈഡും പി ആർ എന്നുള്ള സൈഡും നമുക്ക് എങ്ങനെ റേഷ്യോ പറയാം? ഈ ആംഗിൾ വെച്ച് പറയുമ്പോൾ ഇത് അഡ്ജസൻറ്റ് സൈഡുമാണ്, ഇത് ഹൈപ്പോട്യൂസ് ആണ് അല്ലേ. അപ്പോൾ കോസ് പി ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് പി ക്യു, ഹൈപ്പോട്യൂസ് പി ആർ. കോസ് പി ഈക്വൽ ടു പി ക്യു എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 3 ആണ് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ ഹൈപ്പോട്യൂസ് 6 ആണ് അല്ലേ. അപ്പോൾ 1/2 എന്ന് കിട്ടില്ല. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കോസ് പി ഈക്വൽ ടു 1/2. അപ്പോൾ ഈ പി എന്നുള്ള ആംഗിൾ എത്രയായിരിക്കും? കാരണം നമുക്കറിയാലോ ട്രിഗണോമെട്രി ടേബിള്, ആംഗിൾസിൻ്റെ ടേബിളിൽ നോക്കൂ, കോസ് പി ഈക്വൽ ടു 1/2. അപ്പോൾ ഈ പി എന്നുള്ള ആംഗിൾ എത്ര വരണം? നമുക്കറിയാം 30 അല്ലേ. ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പി ആർ ക്യൂ. ഈ ആംഗിൾ ഇത് അഡ്ജസൻറ്റ് സൈഡാണ്. ഈ ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ഇത് അഡ്ജസൻറ്റ് സൈഡാണ്, ഹൈപ്പോട്യൂസ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് വരുമ്പോൾ കോസ് 30 അല്ല, കോസ് നമുക്ക് ടേബിളിൽ നോക്കൂ. കോസ് എത്ര ഡിഗ്രിയാണ് 1/2 വരുന്നത്? 60 ഡിഗ്രി. കോസ് 60 ആണ് 1/2 വരുന്നത്. അപ്പോൾ ഈ പി എന്നുള്ള ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. ബിക്കോസ് കോസ് 60 ആണ് 1/2 വരേണ്ടത്. അപ്പോൾ ഈ പി എന്നുള്ള ആംഗിൾ എത്ര വരണം? 60 ഡിഗ്രി. അതായത് ക്യു പി ആർ, ആംഗിൾ ക്യു പി ആർ 60 ഡിഗ്രി. ഓക്കെ, ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ആംഗിളും ഇതും തമ്മിലുള്ള റേഷ്യോ നമുക്ക് ഏത് പറയാം? ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണിത്, ഇത് ഹൈപ്പോട്യൂസ്. അപ്പോൾ സൈൻ ആർ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? ഇവിടെ 3 ആണ്, ഹൈപ്പോട്യൂസ് 6 ആണ്. അപ്പോൾ സൈൻ ആർ 1/2 എന്ന് വരുന്നത് എപ്പോഴാണ്? സൈൻ ഏത് ആംഗിളാണ് 1/2 വരുന്നത്? നോക്കൂ, ട്രിഗണോമെട്രിക് ടേബിൾ നോക്കൂ. സൈൻ ഏത് ആംഗിളാണ് 1/2 എന്ന് വരിക? 30. അപ്പോൾ ആർ എന്നുള്ള ആംഗിൾ എന്തായിരിക്കും? 30. ഓക്കെ, ആർ എന്നുള്ള ആംഗിൾ 30 കിട്ടിയില്ലേ? ഇത് 30, ഇത് 60. ഓക്കെ, ഇത് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ 8, പേജ് നമ്പർ 186. പേജ് നമ്പർ 186. എന്താണ് എക്സാമ്പിൾ 8? ഇഫ് സൈൻ എ മൈനസ് ബി ഈക്വൽ ടു 1/t, കോസ് എ പ്ലസ് ബി ഈക്വൽ ടു 1/2, 0 ലെസ് ദാൻ എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 ഡിഗ്രി, എ ഗ്രേറ്റർ ദാൻ ബി, ഫൈൻഡ് എ ആൻഡ് ബി. ഫൈൻഡ് എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. എന്താണ്? സൈൻ എ മൈനസ് ബി ഈക്വൽ ടു 1/2, പിന്നെ കോസ് എ പ്ലസ് ബി ഈക്വൽ ടു 1/2. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാം നമുക്ക്. കാരണം എന്താ അറിയോ, സൈൻ എ പ്ലസ് എ മൈനസ് ബി 1/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ട്രിഗണോമെട്രി ടേബിളിൽ ഒരു ആംഗിൾ വരും ഈ ഭാഗത്ത്, എന്നാൽ അത് 1/2 ആവുകയും ചെയ്യും. ഇവിടെ ഒരു ആംഗിൾ വരുമ്പം സൈൻ എ മൈനസ് ബി 1/2 എന്ന് വരാണെങ്കിൽ ഈ എ മൈനസ് ബി ഒരു ആംഗിൾ ആണ്. എ മൈനസ് ബി ഒരു ആംഗിൾ ആണ്. അപ്പോൾ നമുക്ക് സൈൻ ഈ ഒരു ആംഗിൾ ഈക്വൽ ടു 1/2 കാണില്ലേ? അപ്പോൾ ഈ എ മൈനസ് ബി എത്ര വരണം? എ മൈനസ് ബി എന്ത് വരണം? സൈൻ എ മൈനസ് ബി 1/2 എന്ന് വരണമെങ്കിൽ ഈ എ മൈനസ് ബി ഏത് ആംഗിൾ വരണം? സൈൻ എ മൈനസ് ബി 1/2 എന്ന് വരണമെങ്കിൽ ഈ എ മൈനസ് ബി ഏത് ആംഗിൾ വരണം? ട്രിഗണോമെട്രിക് ടേബിൾ നോക്കൂ. സൈൻ 30 ആണ് 1/2. സൈൻ 30 ഡിഗ്രി അല്ലേ 1/2? സൈൻ 30 1/2 അല്ലേ? അപ്പോൾ ഈ എ മൈനസ് ബി എത്ര വരണം? 30 എന്ന് വരണം. അങ്ങനെയാണെങ്കിലുള്ളൂ ഇത് 1/2 ആവുക. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി 130. ഓക്കെ, ഇനി കോസ് എ പ്ലസ് ബി 1/2. കോസ് ഏത് ആംഗിളിലാണ് 1/2 വരുന്നത്? ട്രിഗണോമെട്രിക് ടേബിൾ നോക്കൂ. കോസ് ഏത് ആംഗിളിലാണ് 1/2 എന്ന് വരുന്നത്? 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് എ പ്ലസ് ബി എന്ത് വരും? 60 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയും ബിയും അല്ലേ? ഫൈൻഡ് എ ആൻഡ് ബി എന്നല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. കാരണം ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് എ 2a മൈനസ് ബി പ്ലസ് ബി
0 ആയിട്ട് പോവും 90. അപ്പോൾ എ ഈക്വൽ ടു 90/2 45. അപ്പോൾ എ എന്ത് വരും 45 എന്ന് വരും. എ 45 ആണെങ്കിൽ ബി കിട്ടാൻ ഇക്വേഷൻ കൊടുത്താൽ പോരെ, കാരണം എ പ്ലസ് ബി 60 അല്ലേ. അപ്പോൾ എ 45 ആണെങ്കിൽ ബി എന്ത് വരും, ബി ഈക്വൽ ടു 60 മൈനസ് 45. 60 മൈനസ് 45 that is equal to 50. Okay, 50. അപ്പോൾ ബിയും കിട്ടി എയും കിട്ടി. ഓക്കെ ഓക്കെ then mark your homework exercise 8.2. Question number 3 and 1 as your homework. Okay, see you next class. Thank you.